അങ്ങനെ പ്രൊമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ എടുത്തിട്ട് കൊടയാൻ കൊടച്ചിലല്ല, ആ ഒരു സംശയം. ലാലേട്ടന്റെ മുഖത്ത് ദേഷ്യഭാവങ്ങളൊന്നുമില്ല. ഇവർ രണ്ടുപേരും ജാസ്മിനെയും പിന്നെ പറയുന്ന ഗബ്രിയെയുമാണ് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ളവരുടെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന ഓരോരുത്തർ സിജോ പറയുന്നുണ്ട് ഇവരെപ്പോഴും ആ പറയുന്ന അമൃതവേണി ആ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് കാണുന്നത്. ഇവരുടെ അഭിപ്രായങ്ങളെല്ലാം എപ്പോഴും ഒന്നാണെന്ന് പറയുന്നു. പിന്നെ അർജുൻ പറയുന്നുണ്ട് ഇവരുടെ റിസോർട്ടിൽ വന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് പറയുന്നു. അപ്പൊ റോക്കി പറയുന്നുണ്ട് ചതി, വഞ്ചന ഇതൊക്കെ ഇവരുടെ മെയിനാണ് എന്നുള്ള രീതിയിൽ സിജോയും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ അവരോട് തന്നെ ചോദിക്കുന്നു ഇവരെല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ് പിന്നീട് ഗബ്രിക്ക് പറയാനുള്ളത് എന്ന് ഗബ്രിയോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് ജാസ്മിന് നിനക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത്. അതിങ്ങനെ കുടയുന്നതുമല്ല, ദേഷ്യപ്പെടുന്നതുമല്ല. അവിടെ നമുക്കറിയാമല്ലോ അവർ രണ്ടുപേരും എപ്പോഴും ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത്. അതിൽ തന്നെ ഈ പറയുന്ന അപ്സര പറയുന്നുണ്ട്, അപ്സരല്ല അൻഷിബ പറയുന്നുണ്ട് ഒരു പബ്ലിക് മാനേഴ്സ്, ഒരു പബ്ലിക്കിൽ ഇരിക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട്, അതൊന്നും അവർ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രമേയമാണ് വന്നത്. അപ്പോൾ അവരെ എന്തായാലും ലാലേട്ടൻ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ സ്ഥിതിക്ക് അവരെ കുടയത്തൊന്നുമില്ല, നൈസായിട്ട് പറഞ്ഞത് ഒതുക്കാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് വീണ്ടും കാണാം. ജയ്.